ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറേ ദിവസങ്ങളായി മറ്റേ ടി വിയിലും അതിലൊക്കെ ഇങ്ങനെ കാണുകയാണ്. അതായത് എന്താ പറയുക, എനിക്ക് കുറേ കാലം ഇതിന് മുന്നേ തോന്നിയതാണ് ഈ സംഭവം ചെയ്യണം ഒരു വീഡിയോ എൻ്റെ അഭിപ്രായം ഇതിനകത്ത് പറയണം എന്നുള്ളത്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 4 ആൾക്കാർ അറിയണം എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാലമായി മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നത്. അതുപോലെ ആ ഒരു വ്യക്തിനെ പറ്റി ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് വേറെ ആരുമല്ല, റിപ്പോർട്ടർ TV ചാനലിലെ ഒരു അവതാരികയായ സ്മൃതി പരുത്തിക്കാടിനെ കുറിച്ചാണ്. ഈ സ്മൃതി പരുത്തിക്കാടിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്മൃതി പരുത്തിക്കാട് വിചാരിക്കുന്നത് സ്മൃതി പരുത്തിക്കാട് വലിയൊരു ബുദ്ധിജീവിയാണെന്നാണ്. അത് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റാണ്, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളെ ഖണ്ഡിക്കുവാൻ ഈ ലോകത്ത് വേറെ ആരുമില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ചിന്തകൾ, അല്ലെങ്കിൽ ആ ഒരു തലത്തിലൂടെ ആൾ സഞ്ചരിക്കുന്നതിന് പല ഇന്റർവ്യൂ അല്ല, ഈ മറ്റേ അവതാരണത്തിൽ ഈ ഡിബേറ്റ്സ് ഉണ്ടാവില്ല, അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് പലരും പറയുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ അത് ഇന്നെന്ന പാർട്ടിന്നല്ല, ഒരു ചില സമയത്ത് എനിക്ക് കൂടുതലും സ്മൃതിക്ക് ചായ്വ് ഉണ്ടോ എന്ന് തോന്നിക്കുന്നത് കേരളത്തിലെ LDF അതുപോലെ തന്നെ പിന്നെ കോൺഗ്രസ് പാർട്ടികളോടാണ്. BJP-യോട് വളരെയധികം വിരോധമുള്ള ഒരു വ്യക്തി തന്നെയാണ് സ്മൃതി. അപ്പൊ നമ്മളിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പല സമയങ്ങളിലും ചില ചർച്ചകളിൽ ഞാൻ കണ്ടത് വെച്ച് നോക്കുമ്പോൾ, സ്മൃതി എന്ന് പറയുന്ന വ്യക്തി, ഈവൻ സംസാരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം ഇതിനെപ്പറ്റി അറിവുള്ള, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ ജ്ഞാനമുള്ള വ്യക്തികളൊക്കെയായിരിക്കും. അവരൊക്കെ ഒരു ധാരണയില്ലാത്ത കാര്യങ്ങളിൽ എതിരിട്ട് എന്താ പറയാ, അതങ്ങനെയാണ് എന്ന് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ നമ്മളെ സർക്കിളിലുള്ള ചില ആൾക്കാർ ഒരു ഐഡിയ ഇല്ലാണ്ട് ഇങ്ങനെ വിവരക്കേട് വിളിച്ചറിയാന്നൊക്കെ പറഞ്ഞു. നമ്മൾ പറയുന്ന കറക്റ്റ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വളരെയധികം എന്താ പറയാ പോയിന്റ്സിന്റെ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ നിന്നുള്ള അറിവുകളുടെ പിൻബലത്തിലേക്ക് നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ടാവാം. അപ്പോൾ ചില ആൾക്കാർ നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വളരെ പുച്ഛിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് വരുത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. അത് അവരുടെ അറിവില്ലായ്മയാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ ഞാനിത് പറയാൻ കാരണം, ഇന്നാളും കണ്ടു, ഇന്നലെ 2 ദിവസമായിട്ട് ഞാൻ കാണാം, മറ്റേ ഷൈൻ ടോം ചാക്കോക്കെതിരെ പരാതി കൊടുത്തല്ലോ, വിൻസി പരാതി കൊടുത്തു. അതൊരു ധീരമായ നടപടിയാണെന്ന് തന്നെ പറയണം ഒരു വ്യക്തിക്കെതിരെ. പക്ഷെ വിൻസി വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും പോയത് എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോ ഇത് വിൻസിനെ വിളിച്ചു സ്മൃതി, അതുപോലെ അമ്മയിൽ നിന്നുള്ള അൻസിബേനെ വിളിച്ചു. ഈ 2 കാര്യങ്ങളിലും പല നമുക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ ആ വീഡിയോ കണ്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഒന്നുകൂടി കണ്ടോളേ. ഇന്ന് അൻസിബ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അൻസിബ, താരസംഘടനയും ഇക്കാര്യത്തിൽ ഒരു നിലപാടിലേക്ക് നീങ്ങുകയാണല്ലോ. ഇപ്പോൾ വിൻസിയുടെ പരാതിയിൽ നിങ്ങൾ നടപടികൾ തുടങ്ങിയോ അൻസിബ? ഒരു വ്യക്തിയല്ല സംസാരിക്കുന്നത്. അമ്മ എന്ന് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്നു. അൻസിബ പറഞ്ഞോളൂ. താരസംഘടന എന്ന് പറഞ്ഞോളൂ. എന്ന് പറഞ്ഞ സംഘടനയെ റെപ്രസെന്റ് ചെയ്തല്ല ഞാൻ സംസാരിക്കുന്നത്. ഇത്രയ്ക്കും വാശി പിടിക്കേണ്ട കാര്യമില്ല അൻസിബ. അത് നിങ്ങളൊരു നിലപാടെടുക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ആ നിലപാടിന്മേൽ അന്തിമ തീരുമാനം ഇതുവരെ വരാത്തത് കൊണ്ടാണ്. കോടതിയൊന്നുമല്ലല്ലോ, അതുകൊണ്ട് അല്ല, കോടതിയൊന്നുമല്ല. അൻസിബയ്ക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സംസാരിച്ചാൽ മതി. നിങ്ങളുടെ സമിതിക്ക് എന്തെങ്കിലും ആലോചനകൾ ഇതുമായി ബന്ധപ്പെട്ട, ഒരു സ്ത്രീ നീതി തേടി നിങ്ങളെ എത്തുമ്പോൾ ആ നീതി തേടുന്നതിൽ നിങ്ങൾ എടുക്കുന്ന നടപടി എന്താണ് എന്ന ചോദ്യമാണ് ചോദിച്ചത്. അൻസിബ എന്ന് പറഞ്ഞ വ്യക്തിയോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വ്യക്തിയായിട്ട് സംസാരിക്കാൻ ഞാൻ. അൻസിബ എന്ന വ്യക്തി ഞങ്ങൾക്ക് താല്പര്യമില്ലല്ലോ. ഇപ്പോൾ ഈ സംവിധാനം, ഈ സമിതിയുമായി ബന്ധപ്പെട്ടല്ലേ അൻസിബയെ വിളിച്ചത്? താല്പര്യമില്ല. അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രതിനിധിയായി ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല. ഓക്കെ, ഫൈൻ. അത്തരം വാശികളൊന്നും. അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വിൻസി ആയി കഴിഞ്ഞാൽ വിൻസിയുടെ കാര്യം വളരെ പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു. സ്മൃതി ചിരിച്ചിട്ടാണ് പറയുന്നത്. വിൻസി ഫസ്റ്റ് ചിരിക്കുന്ന സമയത്ത് സ്മൃതിയും ചിരിക്കുന്നുണ്ട്, എന്തോ വിൻസി എന്തോ കോമഡി പറയാൻ പോകാൻ. പക്ഷേ വിൻസി കോമഡി അല്ല പറഞ്ഞത്. വിൻസി അതിനുശേഷം വളരെ സീരിയസ് ആയിട്ട് ചില സത്യങ്ങൾ ആണ് വിളിച്ചത്. ഓക്കെ, അപ്പോൾ അത് വിൻസി പറഞ്ഞാൽ കറക്റ്റാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിൽ, നിങ്ങൾ ഓൾറെഡി ധാരണയിലെങ്കിൽ പിന്നെ ഓൾ പറയേണ്ട ആവശ്യമില്ല. ആ ഒരു വ്യക്തി വിൻസി പറയേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ അപ്പോൾ സ്മൃതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. സ്മൃതി അഹങ്കാരത്തിന്റെ എന്താ പറയാ മൂർധനത്തിലെത്തുന്നു. പിന്നെ വിൻസിയെ വേറെ രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നു. അതുപോലെ തന്നെ അൻസിബ പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. അൻസിബേനെ വിളിച്ചിരിക്കുന്നത് അമ്മയുടെ, അല്ലെങ്കിൽ ആ ഒരു സംഘടനയുടെ ഒരു പ്രതിനിധി എന്ന നിലയിലാണ്, അല്ലെ? അല്ലാത്തൊരു കാരണത്താൽ വിൻസിനെ ഇതിലേക്ക് വിളിച്ച് ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ഒരു കമ്പനി ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുന്ന ഒരു കമ്പനീന്റെ മുതലാളി, അല്ലെങ്കിൽ കമ്പനീന്റെ ബന്ധപ്പെട്ട ഒരു വ്യക്തിയോട് ആ കമ്പനീനെ വേറെ രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ട്, ഓക്കെ,
അപ്പോൾ ആ കമ്പനിയുടെ പേര് വേറെ രീതിയിൽ സംസാരിച്ചുകൊണ്ട് റിപ്പോർട്ടർ ടിവിക്ക് അതൊരു പുതിയൊരു സംഭവം അല്ല. ഇപ്പൊ ഈയിടെ ആയിട്ട് ഇന്നാളിതാ ഒരു കാര്യമില്ലാണ്ട് യൂത്ത് കോൺഗ്രസിനെ ഊത്ത് എന്ന് വിളിച്ചു. അത് വളരെ മോശമാണ് ശരിക്കും. ഒരു ഉത്തരവാദിത്തപ്പെട്ട ചാനലിൽ നിന്ന് അല്ലെങ്കിൽ ചാനലിൽ ഇരിക്കുന്ന ആൾക്കാരുടെ നിന്ന് ഇതുപോലുള്ള മോശപ്പെട്ട പ്രവണതകളിൽ നിന്ന് തീർച്ചയായും എതിർക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഒരിക്കലും അങ്ങനെ പറയരുത്. അപ്പോൾ ഞാൻ കോൺഗ്രസിന്റെ കൂടെയാണ് കാര്യത്തിൽ. അപ്പോൾ ഈ സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്മൃതി പറഞ്ഞ കാര്യം, ഇപ്പൊ അൻസി പറഞ്ഞു അമ്മ എന്ന് പറയാതെ സംസാരിക്കില്ല, അല്ലെങ്കിൽ ആ രീതിയിലാണ് വിളിച്ചെങ്കിൽ അങ്ങനെ സംസാരിക്കണം, ഞാൻ സംസാരിക്കാം, ആ രീതിയിൽ സംസാരിച്ചു. അപ്പൊ അൻസിൽ പറഞ്ഞത് വളരെ പെർഫെക്റ്റ് ആണ്. സ്മൃതിക്കപ്പോഴത്തേക്കും അമ്മോ അത് വലിയ ഇഷ്യൂ ആക്കണം, അമ്മോ എന്താ പറയാ ഇതൊരു വേറൊരു വിവാദമാക്കി കൊടുക്കാന്നുള്ള കണ്ടീഷനിലേക്ക് സ്മൃതി കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ വേണ്ട പോയിക്കോ. എന്തൊരു ധാർഷ്ട്യാണത്. ഒരു റിപ്പോർട്ടറിൽ നിന്ന് കാണിക്കേണ്ടത്. ഇവരൊക്കെ വിചാരം വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയുള്ള ചില റിപ്പോർട്ടേഴ്സ് ഉണ്ട് മലയാളത്തിൽ. ഇന്ത്യയിലും ഉണ്ട് കുറെ ആൾക്കാർ. ഞാൻ കണ്ട് ഒരുപാട് മറ്റു നോർത്ത് ഇന്ത്യയിലെ ചാനലുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ വിഭാഗം നമ്മളിപ്പോ ദിവസം കാണുന്ന മലയാളം ചാനൽ ആയതുകൊണ്ട് അതിലൊരു പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്ത വ്യക്തി ഈ വ്യക്തി ആയത് കാരണം അന്ന് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ആരാണ് ഈ വ്യക്തി ഇങ്ങനെ ആൾക്കാരെ എന്താ പറയാ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാനും അതുപോലെ തന്നെ ഒരാളോട് ആജ്ഞാപിക്കുന്ന രീതിയിൽ സംസാരിക്കാനൊക്കെ ആരാണ്? സ്മൃതി ഒരു റിപ്പോർട്ടർ മാത്രമാണ്. റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടറാണ്. അല്ലെങ്കിൽ അവിടെയുള്ള എഡിറ്റേഴ്സിൻ്റെ അകത്തുള്ള, അല്ലെങ്കിൽ എഡിറ്റേഴ്സ് അല്ല, ഐ മീൻ പാനലിലുള്ള ഒരു പ്രധാന വ്യക്തിത്വം. ഓക്കെ, അവർക്ക് ഒരിക്കലും ഈ സമൂഹത്തിനെ ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായമാണ് ശരി എന്നുള്ളത് സമൂഹത്തിന് മുകളിൽ അടിച്ചേൽപ്പിക്കാനോ ഒരധികാരമില്ല. ഒരാള് ഇപ്പൊ ഒരു ഡിബേറ്റിന് വിളിച്ചു കഴിഞ്ഞാൽ ഡിബേറ്റിലുള്ള ഇപ്പൊ നാലാളെ ഈക്വൽ ആയിട്ട് റെസ്പെക്ട് ചെയ്യേണ്ട ചുമതല സ്മൃതിക്കുണ്ട്. അല്ലെങ്കിൽ ഒരു 4 ആളെ വിളിച്ചാൽ 2 ആൾക്കാർ വളരെ മോശമായി സംസാരിക്കുക, അതൊക്കെ മലയാള ചാനലിൽ മാത്രം കണ്ടുവരുന്ന ഒരു മോശപ്പെട്ട പ്രവണതയാണ്. അവരോട് വളരെ തെറ്റായ രീതിയിൽ ചെയ്യുക, അല്ലെങ്കിൽ അവരോട് എന്താ പറയാ ഒരു എന്താ പറയാ വീട് വാക്കുകൾ കിട്ടുന്നില്ല ഇങ്ങനെയുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ ഇവരുടെ പ്രവണതകളെ ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവല്ലോ കാര്യങ്ങൾ പറയുമ്പോൾ. അപ്പൊ അതാണ് സംഭവം. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ടേഴ്സ് ഒക്കെ ഇങ്ങനെയുള്ള രീതികൾ ഒഴിവാക്കണം, കുറച്ച് ക്വാളിറ്റി കൊണ്ടുവരണം അവരുടെ ഇത്. അൻസിബേനോട് നിങ്ങൾ അങ്ങനെ സബോള് അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ ഒരു സംഘടന അമ്മ എന്ന് പറയുന്ന സംഘടന എല്ലാവരും അങ്ങനെ വിളിക്കുന്നത് കുറച്ച് മുന്നേ ഉണ്ടായിരുന്ന ചില വിവാദങ്ങൾ കൊണ്ട് ചിലർ അതിനെ വിളിച്ച് അതിനൊന്നും ആവശ്യമൊന്നുമില്ല. അമ്മ സംഘടനയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ കലാകാരന്മാർക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സിനിമയെ ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് അതൊന്നും മുഖവിലേക്ക് എടുക്കാതെ കണ്ട് ചുമ്മാ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഞാനൊരു സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുക. അഭിപ്രായങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. ഓക്കെ, ഒരിക്കലും ഇങ്ങനെയൊരു ചാനലുകളിൽ റിപ്പോർട്ടറുകളിലോ അവരുടെ അഭിപ്രായം പറയാനുള്ളത് കാരണം. പക്ഷെ ചാനലുകളിൽ അഭിപ്രായം പറയണമെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഡിബേറ്റിലോ അങ്ങനെ ഇരിക്കരുത്. ചാനലുകളിൽ അവർ അഭിപ്രായം പറയല്ലോ വേണ്ട. അവര് വളരെ ഹെൽത്തി ആയിട്ട് കാര്യങ്ങളെ ഖണ്ഡിച്ച് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് കാര്യങ്ങളെ ഇഴകീറി പരിശോധിച്ച് ഒരു കാര്യം പുറത്തു കൊണ്ടുവരികയാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെ വായിത്തോന്നി വിളിച്ചു പറഞ്ഞു സാധാ താഴേക്കിടയിലേക്ക് വാക്കുകൾ കൊണ്ട് താഴേക്കിടയിലേക്ക് പോയിട്ട് ചാനലിൽ റിപ്പോർട്ടറായിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിനകത്ത് അഭിപ്രായങ്ങളുണ്ട് എന്നുള്ളത് വാക്കുകൾ നിർഗളമായി ഒഴുകണ്ടേ, അത് വരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ഈ ഒരു സംഭവത്തിനെ പറ്റി, അല്ലെങ്കിൽ ഇതിന് മുൻപുണ്ടായ സംഭവങ്ങളെ പറ്റി, അതുപോലെ ഇനി വരാൻ പോകുന്ന സംഭവങ്ങളെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ചു. വാസ് യു റൈറ്റ്? I don't think so.